ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു അർജൻറ്റായിട്ടൊരു യാത്ര പോകാനായിട്ട് റെഡി ആയിരിക്കുമായിരുന്നു. അപ്പം കൊച്ചിനെ റെഡിയാക്കുന്ന ഒരു താമസം. അപ്പം ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ ഇട്ടേച്ചിട്ട് അങ്ങ് പോകാം. കാരണം ഇന്ന് ദുഃഖവെള്ളി, നാളെ ശനി, മറ്റന്നാൾ ഞായർ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ തിരക്കുള്ളവർക്ക് ഈ സമയങ്ങളിൽ കാണാൻ പറ്റുമല്ലോ. അപ്പം ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തും തുടങ്ങാം. അതല്ല ജോലിയുടെയൊക്കെ തിരക്കും കാര്യങ്ങൾക്കും ഉള്ളവർക്ക് അന്നേരം വീഡിയോ ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെന്നോട് ഒരു വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവരെ കുറിച്ച് കേട്ടിട്ടുമില്ല. ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു അച്ചാറിൻ്റെയൊക്കെ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിൽ എന്നെ വിളിച്ചേച്ചിട്ടാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പലരും പറഞ്ഞു, അവർ കേട്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ വീഡിയോ ഷെയറും ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസമാണെങ്കിലും ഉഴവൂരിൽ നിന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ചേച്ചി എന്നോട് പറഞ്ഞാണ്, അതായത് നമ്മുടെ ആ അച്ചാറിൻ്റെ ഇതിൽ വെച്ചേക്കുന്ന നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് എന്നാ പറഞ്ഞെന്നറിയാമോ? ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ 10-27 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും വാടകയ്ക്ക. എൻ്റെ പൊന്നു ചേച്ചി, 1 സെന്റ് സ്ഥലം മേടിക്കുമെന്ന് ജീവിതത്തിൽ ഓർത്തതല്ല. ചേച്ചിയുടെ ആ 12 വീഡിയോ ആത്മാർത്ഥമായിട്ട് എഴുതി, 1 അല്ല 3 പ്രാവശ്യം അവർ മുടങ്ങാതെ എഴുതി. അവർ ഈ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിക്കാതെ ഒരു 17 സെന്റ് സ്ഥലം അവർക്ക് മേടിക്കാനായിട്ട് ഒത്തെന്ന് പറഞ്ഞു. കാശ് എവിടുന്ന്, എങ്ങനെ നടന്നു, ഏത് രീതിയിൽ നടന്നു എന്ന് ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവർത്തനമായിപ്പോയി. ഞങ്ങൾ അതിനൊരു നന്ദി പറയാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മലപ്പുറത്തുനിന്ന് വിളിച്ചു. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ. കല്യാണം നടന്നെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. കല്യാണത്തിന് എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അതുപോലെ ജോലി കിട്ടിയിട്ട് ചേച്ചിക്ക് ഇച്ചിരി പൈസ ഇട്ട് തരാൻ ഒരു സന്തോഷത്തിനെന്നും പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്തതുമല്ല. അപ്പം ഞാൻ ഈ വീഡിയോ എൻ്റേതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി നമ്മുടെ ഈ സംരംഭത്തിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരുന്ന ഈ കോണ്ടാക്ട് നമ്പറിൽ എന്നെ വിളിച്ചേച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമോ, ഞാനൊരു യൂട്യൂബറോ ഒന്നുമല്ല, അപ്പം എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ ഞാൻ പറഞ്ഞു തരാം. കാരണം എൻ്റെ ഒരു അനുഭവമാണ്. പുള്ളിക്കാരി എവിടെയോ ഒരു ജോത്സ്യനെ കാണാൻ പോയപ്പം പുള്ളിക്കാരി പറഞ്ഞതാന്ന് പറഞ്ഞു. സോറി പുള്ളിക്കാരി ഒരു ജോത്സ്യനെ കാണാൻ പോയപ്പം പുള്ളിക്കാരിയോട് ഈ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കണ്ടാൽ മതി. ആ പുള്ളിക്കാരിയോട് ദക്ഷിണ പോലും ആ ജോത്സ്യം മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം അത്രമേ ഒരവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം മോൻ വിദേശത്ത് ജോലിക്ക് പോയിട്ട് ലക്ഷങ്ങൾ മുടക്കി കടവും വിലയും പ്രമാണവും ഒക്കെ ആക്കി വെച്ചിട്ടൊക്കെ കാശെടുത്ത് ജോലിക്ക് പോയതാന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് 3 മാസം കഴിയുന്നതിന് മുമ്പ് ഇവൻ തിരിച്ച് വീട്ടിൽ വന്ന് കുത്തിയിരിപ്പാന്ന് പറഞ്ഞു. പുറത്തോട്ടും ഇറങ്ങിയാലും ഒന്നും ഇറങ്ങത്തില്ല. അതുപോലെ തന്നെ കെട്ടിയോൻ്റെ കാര്യം പറയുകയേ വേണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. പുള്ളിക്കാരിനെ വേണ്ട, വേറെ സ്ത്രീകളുടെ പുറകെ പോകുന്ന ഒരു രീതി. ഞാനിങ്ങനെ പച്ച പറഞ്ഞാൽ ആരും എന്നെ തെറ്റിദ്ധരിച്ച് ചീത്ത പറയല്ലേ. അതുപോലെ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു പുള്ളിക്കാരിയായിരുന്നു പറഞ്ഞു. അപ്പം പുള്ളിക്കാരുടെ വിഷമവും കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ജോത്സ്യനെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് 41 ദിവസത്തിന് ശേഷം വരാൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. അന്നേരം ഈ പുള്ളിക്കാരി ദക്ഷിണ കൊടുത്തെന്ന് പറഞ്ഞു. ഒരുപാടൊന്നും എൻ്റെ കൊടുക്കാനില്ലായിരുന്നു. ഞാനൊരു 200 രൂപ മേശപ്പുറത്ത് വെച്ചപ്പോൾ ആ തിരിച്ച് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വേണ്ട, ഇത് നിങ്ങൾ പോകുമ്പം എന്തെങ്കിലും ഭക്ഷണവും കഴിച്ച് വണ്ടിക്കൂലി എടുത്തോളാൻ പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. തിരിച്ച് എൻ്റെ അടുക്കൽ ഇത് ആത്മാർത്ഥമായിട്ട് സത്യമായിട്ടും എന്നോട് ഇന്നലെ പറഞ്ഞൊരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരോട് വൈകിട്ട് കിടക്കാൻ നേരത്ത് വേറെ ഒന്നുമല്ല, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഇത് വൈകിട്ട് തുടക്കത്തിൽ ഇത് നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ കഴിക്കാം. പക്ഷേ എങ്കിൽ ഒരു നോയമ്പുണ്ട്, ശരീര നോയമ്പ് മാത്രം. അതിൻ്റെ അടുത്ത് പീരിയഡ്സ് നോയമ്പ് പെടുന്നതല്ല കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ തന്നെ, അതായത് ഭാര്യയാണ് ചെയ്യുന്നതെങ്കിൽ തന്നെ കിടക്കാൻ നോക്കണം. ഭർത്താവാകാൻ ചെയ്യുന്നെങ്കിൽ വേറൊരു ബെഡ്റൂമിൽ കിടക്കാൻ നോക്കുക. അല്ല ഇപ്പോൾ ഒന്നിച്ച് കിടന്നെന്നും പറഞ്ഞാലും കുഴപ്പമില്ല. മറ്റ് ശാരീരികമായിട്ടുള്ള ഇടപാടുകളൊന്നും വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ തുടക്കത്തിൻ്റെ അന്ന് ഇത് ഏറ്റവും നല്ലത് തുടങ്ങാൻ പറ്റിയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതല്ല ഇപ്പോൾ വെള്ളിയാഴ്ച തുടങ്ങാൻ പറ്റിയത് നിങ്ങൾക്ക് ഒരു ദിവസം തുടങ്ങുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നുകൂടെ നല്ലത് ഒരു വെള്ളിയാഴ്ച തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച ഫുൾ നോയമ്പെടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പുള്ളിക്കാരി ഒരു നേരം നിന്നെന്ന് പറഞ്ഞു.
ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു. ലേശം അരിയാഹാരം ചെറുപയറും കഞ്ഞിയും കൂടെ വെച്ച് കുടിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല. വൈകിട്ടൊരു ചിങ്ങമ്പഴവും കഴിച്ചെന്ന് പറഞ്ഞു. വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നേച്ചിട്ട് പുള്ളിക്കാരി ഒരു വെള്ള ഷീറ്റ് ചെറിയ പേപ്പർ കഷ്ണം എടുത്തേച്ചിട്ട് പുള്ളിക്കാരിയുടെ ആവശ്യം ആ പേപ്പറിൽ എഴുതി എന്ന് പറഞ്ഞു. എൻ്റെ ഇന്ന കാര്യം എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നടന്ന് കിട്ടി, അതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി, അതെന്ന് വെച്ചാൽ അങ്ങനെ എഴുതിയതിന് ശേഷം പുള്ളിക്കാരി വിശ്വസിക്കുന്ന അമ്പലത്തിലെ എൻ്റെ ഭഗവാന് നന്ദിയുണ്ട്, അല്ലെ ഭഗവതിക്ക് നന്ദിയുണ്ട്, അല്ലെ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിന് നന്ദി. നിങ്ങൾ ഏത് സമുദായത്തിലാണോ ആൾക്കാരാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ എഴുതാവുന്നതാണ്. അതും നിങ്ങൾ കറുത്ത മഷി കൊണ്ട് വേണം എഴുതാൻ. നിങ്ങൾ വൈകിട്ടത്തെ അതായത് രാത്രിക്കത്തെ ഭക്ഷണത്തിന് ശേഷം വേണം ഇത് എഴുതാനായിട്ട്. എഴുതി ഈ പേപ്പർ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നിങ്ങൾ ഈ എഴുതിയത് നിങ്ങൾ തന്നെ 21 പ്രാവശ്യം മനസ്സിരുത്തി ഇത് വായിക്കുക. ഒരു എണ്ണം തെറ്റി പോകരുത്. 21 പ്രാവശ്യം നിങ്ങൾ വായിക്കുക. വായിച്ചേച്ച് കഴിഞ്ഞിട്ട് ഭദ്രമായിട്ട് മടക്കിയിട്ട് നിങ്ങൾ കിടക്കുന്ന പില്ലോടെ അടിയിൽ ഈ പേപ്പർ വയ്ക്കുക. പിറ്റേ ദിവസവും നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ പേപ്പർ തന്നെ എടുത്ത് വേണം 21 പ്രാവശ്യം നിങ്ങളിത് വായിക്കാൻ. വീണ്ടും ഈ പേപ്പർ പില്ലോടെ അടിയിൽ വയ്ക്കുക. അങ്ങനെ നിങ്ങൾ എത്രയാ 41 ദിവസം ചെയ്യുക. നിങ്ങളിത് 41 ദിവസം ആയി എന്നറിയാം. നിങ്ങൾ കലണ്ടറിലോ അല്ല ഈ പേപ്പറിന്റെ ബാക്കി ഭാഗത്തോ 1-ാം ദിവസം 2-ാം ദിവസം നിങ്ങൾക്ക് എഴുതാം. 1, 2, 3 ഓരോ ദിവസം നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും കേട്ടോ. ഇത് രാത്രി മാത്രമേ ചെയ്യാവുള്ളൂ, പകല് ചെയ്യാൻ നിൽക്കണ്ട. വൈകിട്ടത്തെ ശരീര നോയമ്പ് മാത്രമേ ഉള്ളൂ. ഇറച്ചി, മീന്, മുട്ട എന്ത് ഭക്ഷണവും കഴിക്കുന്നതിനൊന്നും ഒറ്റ കുഴപ്പമില്ല. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ഇത് ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി ഈ പേപ്പറിൽ. അല്ലാതെ എല്ലാ ദിവസവും ഇത് നിങ്ങൾ എഴുതാനും നിൽക്കണ്ട കേട്ടോ. ഈ ഒറ്റ പ്രാവശ്യം എഴുതിയേക്കുന്ന എടുത്ത് വായിക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് നടക്കാത്ത കാര്യവും മനസ്സറിഞ്ഞ് നമ്മളിത് പ്രാർത്ഥിച്ച് ഇത് ചെയ്യാതാ നടക്കുമെന്നാണ് എൻ്റെ അടുക്കൽ ആ ചേച്ചി പറഞ്ഞു തന്നത്. ആ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ പോണൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് ആർക്കെങ്കിലും പ്രയോജനമായിക്കോട്ടെ എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാതിരിക്കരുത് കേട്ടോ സഹോദരി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം, ഇഷ്ടം. എനിക്കറിയത്തില്ലാത്തൊരു അറിവ് പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുകൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാനലോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിലോട്ട് വിളിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം. 94 46 42 0079 ഈ കോണ്ടാക്റ്റിലോട്ട് ഒന്നെങ്കിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അല്ലെ എന്നെ വിളിക്കുക. ഞാൻ ഉറപ്പായിട്ടും എടുത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കേ.